അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനാണ്. അപ്പം ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെ സർഫസ് ആൻറ്റിജനായ HBs ആൻറ്റിജനിൽ നിന്ന് ഉണ്ടാക്കുന്ന വാക്സിനാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഈ RDNA ഈസ്റ്റിൽ ഇട്ടിട്ട് അഡ്ജുവൻ്റ് ഉണ്ടാക്കി അലുമിനിയം സോട്ട് അഡ്ജുവൻ്റ് വെച്ചിട്ടാണ് ഈ വാക്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് 0.5 ml ആണ്. ഇനി ഇമ്മ്യൂണോ കോംപ്രമൈസ് ചിൽഡ്രൻ ആണ്, മാലിഗ്നൻസി, ഹീമോഡയാലിസിസ് ചെയ്യുന്ന പിള്ളേർ അല്ലെങ്കിൽ അഡൽട്സിലൊക്കെ ആണെങ്കിൽ ഡോസ് 1 ml ആണ്. പിന്നെ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രാമസ്കുലർലി ആണ് കൊടുക്കുന്നത്. ആൻട്രോലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദി തൈ ഓർ ഡെൽറ്റോയിഡ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ഗ്ലൂട്ടിയൽ റീജിയനിൽ ഇത് കൊടുക്കാറില്ല. പിന്നെ ഇതിൻ്റെ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് ബർത്തിലും 6, 10 and 14 വീക്സിലുമാണ്. IAP അനുസരിച്ചാണെങ്കിൽ ഫസ്റ്റ് ഡോസ് കൊടുത്തു കഴിഞ്ഞ് >= 4 വീക്സ് കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് കൊടുക്കുക. പിന്നെ 8 വീക്സ് കഴിഞ്ഞ് തേർഡ് ഡോസ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഫൈനൽ ഡോസ് 6 മന്ത്സിനുള്ളിൽ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഡോസും ഈ 6 മന്ത്സിനുള്ളിൽ കൊടുക്കുന്ന ഫൈനൽ ഡോസും തമ്മിൽ 16 വീക്സിൻ്റെ ഗ്യാപ്പ് വരണം. അതാണ് IAP സ്കെഡ്യൂളിൻ്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ ക്യാച്ചപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ബർത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് 0 ക്യാച്ചപ്പ് കൊടുക്കാം 0, 1 and 6 മന്ത്സിൽ. പിന്നെ ഫസ്റ്റ് ഡോസ് കൊടുത്തു കഴിഞ്ഞ് >4 വീക്സ് കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് കൊടുക്കുക ക്യാച്ചപ്പ് ആണെങ്കിൽ. സെക്കൻഡ് ഡോസ് കഴിഞ്ഞ് 8 വീക്സ് കഴിഞ്ഞ് തേർഡ് ഡോസ് കൊടുക്കുക. അപ്പോൾ 0, 1 and 6 മന്ത്സ്. അതാണ് നമ്മളിപ്പം ഡോക്ടേഴ്സായിട്ട് കയറുമ്പം എടുക്കുന്ന ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ എന്ന് പറയുന്നത് 0, 1 and 6 മന്ത്സിൻ്റെയാണ്. പിന്നെ അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ലോക്കൽ സോർനെസ് ഉണ്ടാവാം, ഫീവർ ഉണ്ടാവാം, ഫറ്റീഗ് ഉണ്ടാവാം. പിന്നെ കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഡോസ് എടുത്തപ്പോഴത്തേക്കിനും അനഫൈലാക്സിസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇതിൻ്റെ വീണ്ടും വാക്സിൻ കൊടുക്കത്തില്ല. പിന്നെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 2 to 8 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം അമ്മ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പം അമ്മയുടെ ഹെപ്പറ്റൈറ്റിസ് ബി സ്റ്റാറ്റസ് നമുക്ക് അറിയത്തില്ല എങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മൾ ബർത്തിൽ ഡോസ് കൊടുക്കുമ്പോഴത്തേക്കിനും ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ പ്രിവെൻ്റ് ആയി. ഇപ്പോൾ അമ്മ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ബർത്തിൽ കൊടുക്കുമ്പോൾ ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ പ്രിവെൻ്റ് ആവും. അപ്പം നമ്മളൊരു ഫ്യൂ ഹവേഴ്സ് ഓഫ് ബർത്തിനുള്ളിൽ തന്നെ അമ്മ പോസിറ്റീവ് ആണെങ്കിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കണം. അതിൻ്റെ കൂടെ 24 ഹവേഴ്സിനുള്ളിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിന് കൊടുക്കുക. ഇത് രണ്ടും 2 ഡിഫറെൻറ്റ് സൈറ്റ്സിൽ വേണം കൊടുക്കാൻ. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം റിമൈനിങ് സ്കെഡ്യൂൾ അനുസരിച്ച് കൊടുത്തു പോവാം. പിന്നെ അമ്മ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആണ്, ബട്ട് നമ്മൾ ബർത്തിൻ്റെ സമയത്ത് അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ 0, 1 and 2 മന്ത്സിൽ കൊടുക്കണം. അത് കഴിഞ്ഞ് 9 to 12 മന്ത്സിൽ ഒരു ഡോസ് ബൂസ്റ്റർ ഡോസായിട്ടും കൊടുക്കണം. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും HBs ഇമ്മ്യൂണോഗ്ലോബുലിനും ഒരുമിച്ച് കൊടുക്കുന്ന എപ്പോഴൊക്കെയാണ്? നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറിയിൽ കൊടുക്കാം, സെക്ഷൽ എക്സ്പോഷർ ഉണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലഡ് പ്രോഡക്റ്റ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ നമ്മൾ വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും ഒരുമിച്ച് കൊടുക്കും. പിന്നെ 3 ഡോസസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഉള്ള സെറോ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് 95% ആണ്. ഇതിൻ്റെ ആൻറ്റിബോഡി ടൈറ്റർ എന്ന് പറയുന്നത് >10 മില്ലി ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ml ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ്. അപ്പോൾ ആൻറ്റിബോഡി ടൈറ്റർ നമ്മൾ നോക്കുമ്പോൾ >10 ഉണ്ടോ നോക്കിയാൽ മതി. പിന്നെ ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നത് റുട്ടീൻലി നമ്മൾ പറയത്തില്ല എടുക്കണം എന്ന്, പക്ഷേ CKD അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുക്കണം. ഡബിൾ ഡോസ് ഓഫ് വാക്സിനും ആയിരിക്കണം എടുക്കേണ്ടത്. ഇത്രയൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനെ പറ്റി പറയാനുള്ളത്.